നമ്മുടെ ഇന്ത്യയിലെ കർണാടക ഉടുപ്പി ജില്ലയിൽ അച്കാർ എന്ന ഒരു ചെറിയ മനോഹരമായ പട്ടണം. അവിടെയാണ് ബാലകൃഷ്ണ പൂജാരി എന്നയാൾ താമസിക്കുന്നത്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിക്കാനായി കഠിനാധ്വാനം ചെയ്യുന്നു. അങ്ങനെ ഒരു ബിസിനസ് നടത്തുകയായിരുന്നു. 2007 വർഷം പൃഥ്വിഉമ്മ എന്ന പെൺകുട്ടിയുമായി ഇയാൾക്ക് വിവാഹം കഴിഞ്ഞു. വിവാഹ ജീവിതവും വളരെ നന്നായി തന്നെ മുന്നോട്ടു പോയി. തുടർച്ചയായി 2 കുട്ടികളും ജനിച്ചു. സാധാരണ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർക്കിടയിലും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ കുടുംബം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോയി. ഇങ്ങനെ ചില വർഷങ്ങൾ പോകുന്നു. 2024 ഇവർക്ക് വിവാഹം കഴിഞ്ഞ് 17 വർഷമായി. മക്കളും ഏകദേശം കൗമാരക്കാരായി. സാധാരണ മക്കൾ വലുതാകും തോറും കുടുംബത്തിലെ ചിലവുകളും വർദ്ധിക്കും. പക്ഷേ ഇവിടെ ബാലകൃഷ്ണ മാത്രമാണ് ജോലി ചെയ്യുന്നത്. വരുമാനം ആ കുടുംബത്തിന് തികയാതെയായി. ഈ സമയം ഭാര്യയെ പൃഥ്വിമ പറഞ്ഞത്, ഞാനും എന്തെങ്കിലും ജോലിക്കൊന്ന് പോട്ടെ എന്ന്. അതിന് ബാലകൃഷ്ണ, നീ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, നിനക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ മതിയല്ലോ, ഒരുപാട് പണവും സമ്പാദിക്കാൻ സാധിക്കും, ഞാനും നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു. നിനക്ക് താല്പര്യമുള്ളതുപോലെ നീ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യ്, ഞാൻ ഒരു ബ്യൂട്ടി സലൂൺ സെറ്റ് ചെയ്ത് തരാം, അതുവഴി നിനക്കും സമ്പാദിക്കാം എന്ന് പറഞ്ഞു. പൃഥ്വിമയ്ക്കും അതിഷ്ടപ്പെട്ടു. അങ്ങനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തു. തുടർന്ന് ബാലകൃഷ്ണ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റിവെച്ചിരുന്ന കുറച്ച് സേവിങ്സ് എടുത്ത് ഒരു ഷോപ്പ് റെന്റിനെടുത്തു. അങ്ങനെ ഒരു ബ്യൂട്ടി സലൂൺ സെറ്റ് ചെയ്തു. ഈ ബ്യൂട്ടി സലൂൺ നന്നായി പോകാൻ തുടങ്ങി. ആ കുടുംബത്തിലെ 2 പേർക്ക് വരുമാനം വരുന്നത് കൊണ്ട് അവർക്കുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പതിയെ പതിയെ മാറാനും തുടങ്ങി. ഈ കുടുംബത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. പൃഥ്വിമയുടെ സഹോദരനായ സന്ദീപ്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എപ്പോഴെല്ലാമാണോ പ്രശ്നമുണ്ടാകുന്നത് അപ്പോഴെല്ലാം സന്ദീപാണ് 2 പേരെ ഉപദേശിച്ച് ആ കുടുംബത്തിനൊരു തൂൺ പോലെ നിലനിൽക്കുന്നത്. കൂടാതെ സന്ദീപ് ഈ ബാലകൃഷ്ണയ്ക്ക് നല്ലൊരു സുഹൃത്തു കൂടെയായിരുന്നു. ഇങ്ങനെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2024 ഓഗസ്റ്റ് മാസം ബാലകൃഷ്ണയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാകുന്നു. ഒരു ദിവസം ഭയങ്കരമായ ഛർദി, പിന്നീട് ശരീരമാസകലം വേദന, പനി, ഇങ്ങനെ തുടർച്ചയായ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആദ്യം എല്ലാവരും ചിന്തിച്ചത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, വൈറൽ ഫീവർ ആയിരിക്കും എന്ന് കരുതി ആ ഗ്രാമത്തിലെ ലോക്കൽ ക്ലിനിക്കിൽ ചെന്ന് ചികിത്സ എടുക്കുന്നു. ഒരു ദിവസം ചികിത്സ എടുത്തു, 2 ദിവസം ചികിത്സ എടുത്തു. പക്ഷെ യാതൊരു ഭേദവുമില്ല. ആ പനിയും ഛർദിയും മാറിയതേയില്ല. ഇനി ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ദൂരെ എവിടെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ തന്നെ പോകുന്നു. അവിടെ ഡോക്ടർ നോക്കിയിട്ട് ബോഡി വളരെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്, മറ്റു മാർഗമൊന്നുമില്ല, അഡ്മിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ICUവിൽ 2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ചികിത്സയിൽ ഒരുപക്ഷെ ഇയാൾക്ക് ജോണ്ടീസ് ഉണ്ടാകാം എന്ന രീതിയിൽ സംശയിക്കുകയും അതിനനുസരിച്ചതുപോലുള്ള മരുന്നുകളും കൊടുത്തു. പിന്നെ ഒരു 2 ദിവസം യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നു. വീണ്ടും ജോലികളൊക്കെ നോക്കുന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും പനി, തലകറക്കം, ഛർദി എല്ലാം വരാൻ തുടങ്ങി. ഭാര്യയ്ക്കിപ്പോൾ എന്തോ ഒരു ഭയം, ശരീരത്തിൽ മറ്റെന്തോ പ്രശ്നമുണ്ട്, ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മാംഗ്ലൂരിലുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ആശുപത്രിയിലും ചികിത്സിച്ച് ഭേദമായില്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് പോകാമെന്ന് ആ കുടുംബം ചിന്തിച്ചു. അവസാനം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി. എന്നാൽ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ ഒരു സിംറ്റംസ് ഒക്കെ വരുന്നത്, ഈ അസുഖങ്ങൾ വരുന്നത്, ഈ ഒരു കാരണം അവിടെയുള്ള ഡോക്ടേഴ്സിനും കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിൽ പോലും അവർക്ക് ഇദ്ദേഹത്തിന് നല്ലൊരു ചികിത്സ നൽകാൻ സാധിച്ചു. ആ ചികിത്സയിലൂടെ അദ്ദേഹം പതിയെ പതിയെ റിക്കവർ ആകാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ മാസം 18-ാം തീയതി ബാലകൃഷ്ണ പൂർണ്ണമായും സുഖപ്പെട്ടു. നിങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഡോക്ടറും പറഞ്ഞു. എന്നാൽ ഒരല്പ ദിവസം അദ്ദേഹത്തെ ഒന്ന് പരിചരിക്കണം എന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ഒക്ടോബർ മാസം 19-ാം തീയതി രാവിലെ ബാംഗ്ലൂർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. അദ്ദേഹം മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് തിരികെ ജീവിതത്തിലേക്ക് കരകയറിയത്. അതുകൊണ്ട് വീട്ടിലേക്ക് വന്ന സമയം അയാളെ കാണാനായി ഒരുപാട് ബന്ധുക്കളും അയൽവാസികളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഒരു വൈകുന്നേരം രാത്രിയോടൊക്കെ അടുത്തപ്പോൾ പൃഥ്വിമയുടെ സഹോദരൻ സന്ദീപ് അവരോട് ചോദിച്ചു, ആശുപത്രിയിൽ നിന്നും വന്നിട്ടല്ലേ ഉള്ളൂ, രാത്രി എന്തെങ്കിലും എമർജൻസി വന്നാൽ എന്ത് ചെയ്യും, ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടക്കാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ പൃഥ്വിമ്മ, ഇല്ല, അതിൻ്റെ ആവശ്യം വരില്ല, അദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ്, നീ നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സന്ദീപിനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഇങ്ങനെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്നുള്ള വിശ്വാസത്തിൽ വീട്ടിലേക്ക് വന്ന ബന്ധുക്കൾ, അയൽവാസികൾ, സഹോദരൻ എല്ലാവരും പോയി. ഭാര്യയായ പൃഥ്വിമയും ഉറങ്ങാനായി പോയി. എന്നാൽ അന്നത്തെ ദിവസം ഒക്ടോബർ മാസം 19-ാം തീയതി രാത്രി ഈ ബാലകൃഷ്ണയ്ക്ക് സംഭവിച്ചൊരു കാര്യം
നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. ഒക്ടോബർ മാസം 20-ാം തീയതി അതിരാവിലെ ഒരു 3:30യോടുകൂടി ഭാര്യ എഴുന്നേറ്റ് വെള്ളം കുടിക്കാനായി പോകുന്നു. ഭർത്താവ് നന്നായി ഉറങ്ങുന്നുണ്ടോ എന്നറിയാനായി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ യാതൊരു ചലനവും ഇല്ല. അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നി പ്രത്യുമ്മ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല. ഹൃദയമിടിപ്പ് ഇല്ല എന്നും അവൾക്ക് മനസ്സിലായി. വല്ലാതെ ഭയന്നുപോയ അവൾ അവളുടെ അമ്മായിയപ്പനെയും അമ്മായിയമ്മയും വിളിച്ചു. അതായത് ബാലകൃഷ്ണന്റെ അച്ഛനും അമ്മയും തൊട്ടടുത്താണ് താമസിക്കുന്നത്. അവരെ ഫോൺ വിളിച്ച് വരാൻ ആവശ്യപ്പെട്ടു. സഹോദരനായ സന്ദീപിനെയും ഫോൺ വിളിച്ച് വരാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും എന്ത് പറ്റിയെന്നറിയാതെ ഭയന്ന് പെട്ടെന്ന് അവിടെ എത്തുന്നു. രാവിലെ ഏകദേശം 5:30യോടുകൂടി ആ വീട്ടിൽ വലിയൊരു തിരക്കായി മാറി. സന്ദീപ് ഉടൻ തന്നെ ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ബാലകൃഷ്ണയ്ക്ക് ഹൃദയമിടിപ്പില്ല. അദ്ദേഹം മരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതെല്ലാവർക്കും വലിയ ഞെട്ടലിന് കാരണമായി. 2-3 മാസം സുഖമില്ലാതിരുന്നു, ആശുപത്രിയിലായിരുന്നു. പക്ഷെ ഇന്നലെ പൂർണ്ണ സുഖം പ്രാപിച്ചാണ് വന്നത്. പെട്ടെന്ന് എന്ത് പറ്റി, ഇതാരെ കൊണ്ട് ഊഹിക്കാൻ പോലും സാധിച്ചില്ല. പക്ഷെ അപ്പോഴും എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത അജ്ഞാതമായൊരു രോഗമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റ രാത്രിയിൽ തന്നെ ഇദ്ദേഹം മരിച്ചത് എന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ഈ സന്ദീപ് ബാലകൃഷ്ണ ഇവർക്കിടയിലുള്ള ഒരു ബന്ധമെന്നത് ഇവർ സുഹൃത്തുക്കൾ എന്നതിലുപരി നല്ല സഹോദരങ്ങളെ പോലെയായിരുന്നു. തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ തൻ്റെ സഹോദരനായ ബാലകൃഷ്ണന്റെ ഈ ഒരു മരണം സന്ദീപിനെ കൊണ്ട് അംഗീകരിക്കാനേ സാധിച്ചില്ല. ഈ സന്ദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം ബുദ്ധിയുള്ള, സാമർഥ്യമുള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായി അനലൈസ് ചെയ്യും. സന്ദീപ് ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് പറ്റിയത്? ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അദ്ദേഹം പൂർണ്ണമായും സുഖപ്പെട്ടു എന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? എങ്ങനെ മരിച്ചു? അങ്ങനെ സന്ദീപ് ബാലകൃഷ്ണന്റെ തൊട്ടടുത്തേക്ക് ചെന്ന് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ആ മുഖത്ത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ബാലകൃഷ്ണയുടെ മുഖത്ത് ചില സ്ഥലങ്ങളിൽ മുറിവുകൾ ഉള്ളത് ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നപ്പോൾ മുഖത്ത് അങ്ങനെയുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് ആ മുറിവ് അവിടെ വന്നത്? ഉടൻ തന്നെ സന്ദീപ് സഹോദരിയുടെ കൈ പിടിച്ചുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് ചെല്ലുന്നു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ബാലകൃഷ്ണയുടെ മുഖത്ത് നീ നോക്ക്, 2 സ്ഥലത്ത് മുറിവ് കണ്ടു. ആ മുറിവ് ഇന്നലെ ഇല്ലായിരുന്നു, അതെങ്ങനെയാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചു. ഇതിന് പ്രത്യുമ്മ, ഇല്ല, എനിക്കറിയില്ല അതെങ്ങനെ വന്നു എന്ന്. എന്തായാലും നീ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ അവൾ ചിന്തിച്ചു. അതെ, ഇന്നലെ രാത്രി ഒരു 3:30 ഞാൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു നോക്കി, എഴുന്നേറ്റില്ല. അടുത്തൊരു ഗ്ലാസ്സിൽ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു നോക്കി. അപ്പോഴും പ്രതികരണം ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഭയം വന്നു. ഞാൻ വളരെ ദൂരത്തിൽ നിന്നും ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പക്ഷേ ആ വാട്ടർ ബോട്ടിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വീണ് മുറിവ് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷെ സന്ദീപിന് ഇതൊട്ടും പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. തീർച്ചയായും ആ വാട്ടർ ബോട്ടിൽ എറിഞ്ഞതുകൊണ്ട് ഈ പരിക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. ഈ മുറിവിനും ബാലകൃഷ്ണയുടെ മരണത്തിനും എന്തോ ഒരു വലിയ ബന്ധമുണ്ടെന്ന് സന്ദീപ് വിശ്വസിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സും അങ്ങനെയാണ് പറഞ്ഞത്. സാധാരണ ഗ്രാമങ്ങളിലേക്ക് ഒരാൾ മരിക്കുകയാണെങ്കിൽ, അതും ഇങ്ങനെ അസുഖം വന്ന് മരിച്ചാൽ പെട്ടെന്ന് തന്നെ അവസാന ചടങ്ങുകൾ നടത്തും. പക്ഷെ സന്ദീപിന് ഈ സാഹചര്യത്തിൽ വന്ന ഒരു സംശയം, ഇതൊരു സ്വാഭാവിക മരണം അല്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതൊന്ന് കൺഫേം ചെയ്യണമെന്ന് തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭാര്യയുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അമ്മയും അച്ഛനും പെർമിഷൻ നൽകണം. ഭാര്യ ഇതിനകം തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ്, അവരോട് ചോദിക്കാൻ സാധിക്കില്ല. അങ്ങനെ മരിച്ച ബാലകൃഷ്ണയുടെ അമ്മയോടും അച്ഛനോടും ചെന്നിട്ട് കാര്യം പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് ഈ മരണത്തിൽ ഒരല്പം സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് കൺഫേം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അവരും സന്ദീപ് പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്ന് ചിന്തിച്ച് എന്തൊക്കെ ഫോർമാലിറ്റീസാണ് ഉള്ളത് എല്ലാത്തിലും സൈൻ ചെയ്ത് കൊടുത്തു. അവസാനം ബാലകൃഷ്ണ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ഡെഡ് ബോഡി തിരികെ ഏൽപ്പിക്കുകയും അവസാന ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. റിപ്പോർട്ട് വരാൻ 1-2 ദിവസം എടുക്കും. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനിടയിലുള്ള ഈ ദിവസം സന്ദീപ് തൻ്റെ സഹോദരിയെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം. നമ്മൾ ബാലകൃഷ്ണനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നല്ലോ, ആ 19-ാം തീയതി രാത്രി അല്ലെങ്കിൽ 20-ാം തീയതി രാവിലെ, ഇതിനിടയിലുള്ള ഈ സമയം ആരെങ്കിലും ഈ വീട്ടിൽ വന്നിരുന്നോ? ഇതിന് പ്രത്യുമ്മ, ഇല്ലല്ലോ, രാത്രിയല്ലേ, അങ്ങനെ ആരും വന്നില്ല. ഇല്ലില്ല, ആരും വന്നില്ല എന്ന് തന്നെ പറഞ്ഞു. നീ നന്നായി ഒന്ന് ചിന്തിച്ച് നോക്ക്. നിനക്ക് ഞാൻ ഒരു ചോയ്സ് കൂടെ തരാം. ഇത്തവണ നീ സത്യം പറയണം.
19-ാം തീയതി രാത്രിയോ അല്ലെങ്കിൽ 20-ാം തീയതി രാവിലെയോ ഈ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും പ്രതിമ പറഞ്ഞത് ഇല്ലില്ല, അങ്ങനെ ആരും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ സന്ദീപ് ചോദിച്ചത് ദിലീപ് വന്നോ എന്ന്. ദിലീപ് എന്ന പേര് കേട്ടതും പ്രതിമയുടെ മുഖഭാവമെല്ലാം മാറാൻ തുടങ്ങി. അവളുടെ ശരീരഭാഷ മാറാൻ തുടങ്ങി. വല്ലാത്തൊരു ഭയം കൊണ്ടവൾ നിറയാൻ തുടങ്ങി. ദിലീപോ? അതാരാണ്? എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. നീ നന്നായി ചിന്തിച്ചു നോക്ക്. ദിലീപ് വന്നോ ഇല്ലയോ? നീ സത്യം പറയണം എന്ന് സന്ദീപ് വീണ്ടും ചോദിച്ചു. ഇപ്പോൾ പ്രതിമ ചോദിച്ചു, ദിലീപിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാമെന്ന്. അതിന് സന്ദീപ് പറഞ്ഞത്, നിനക്കും ദിലീപിനും ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന കാര്യം എനിക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ ഇത് കേട്ട പ്രതിമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വായിൽ നിന്ന് ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല. അവൾ ഞെട്ടി അങ്ങനെ മരവിച്ച് നിൽക്കുകയാണ്. നിനക്കെങ്ങനെ അറിയാം, നിനക്കെങ്ങനെ അറിയാം, ഇത് മാത്രമായിരുന്നു അവൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട സന്ദീപ് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിനക്കും ദിലീപിനും ഇടയിൽ ഒരു ബന്ധമുണ്ടെന്ന കാര്യം എനിക്കറിയാമായിരുന്നു. ബാലകൃഷ്ണയ്ക്കും അറിയാമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. എന്നാൽ ഇതേക്കുറിച്ച് എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കുന്ന ഒരു മടിയായതുകൊണ്ട് ഞാൻ ബാലകൃഷ്ണയോട് പറഞ്ഞു, നിനക്കൊരു ഭർത്താവുണ്ട്, മക്കളുണ്ട്, നീ ഇങ്ങനെയുള്ള തെറ്റായ വഴികളിലൂടെ പോകരുത് എന്ന് നിന്നെ ഉപദേശിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. അവനും നിന്നോട് സംസാരിച്ചു. പിന്നീട് നീ അയാളെ കാണുന്നത് അവസാനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ എനിക്കൊരു സംശയം, നീ അന്ന് സത്യത്തിൽ ദിലീപിനെ കാണുന്നത് അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ബന്ധം തുടരുന്നുണ്ടോ? ബാലകൃഷ്ണയുടെ മരണത്തിനും ദിലീപിനും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അങ്ങനെ ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്നും അവൻ പറഞ്ഞു. ഇപ്പൊ പ്രതിമയ്ക്ക് ഭയം വർദ്ധിക്കാൻ തുടങ്ങി. അവളുടെ ഭയവും പരിഭ്രാന്തി എല്ലാം കണ്ട സന്ദീപ് പറഞ്ഞത്, നോക്ക്, നിന്റെ മുഖം തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും 19-ാം തീയതി ദിലീപ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ബാലകൃഷ്ണൻ എന്തോ ചെയ്തത് എന്ന് സന്ദീപ് പറഞ്ഞു. ഇപ്പോൾ പ്രതിമ യാതൊരു മറുപടിയും പറഞ്ഞില്ല. ഇപ്പോൾ സന്ദീപ് തുറന്നു തന്നെ ചോദിച്ചു, നോക്ക്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ചെയ്തോ? സത്യം പറ. ഇനി നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരിട്ട് ചെന്ന് പോലീസിനോട് പറയാം എന്നും പറഞ്ഞു. ഇപ്പോൾ പ്രതിമ വളരെ വേഗത്തിൽ സന്ദീപിന്റെ കാലിൽ വീണ് കരയാൻ തുടങ്ങി. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ആദ്യം നീ സത്യം പറ, അതിനുശേഷം നിന്നെ രക്ഷിക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം എന്ന് സന്ദീപും പറഞ്ഞു. അങ്ങനെ പ്രതിമ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സാധനം വാങ്ങാൻ കടയിലേക്ക് പോയി. അപ്പോഴാണ് ദിലീപ് എന്ന 25 വയസ്സുകാരനെ പരിചയപ്പെടുന്നത്. ആദ്യം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ബാലകൃഷ്ണയ്ക്കും അറിയാമായിരുന്നു. അദ്ദേഹം അപ്പോൾ എനിക്കൊരു മുന്നറിയിപ്പ് നൽകി. മക്കളൊക്കെയുണ്ട്, നമ്മുടെ കുടുംബം താറുമാറാകും, ഇതൊക്കെ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ബാലകൃഷ്ണൻ ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു ഘട്ടത്തിൽ പ്രതിമയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും ഇനി ഞാൻ അവനെ കാണില്ല, ഈ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നൊക്കെ ബാലകൃഷ്ണയ്ക്ക് വാക്കുകൊടുത്തു. അന്നു മുതൽ ഈ ബാലകൃഷ്ണനായാലും സന്ദീപായാലും ചിന്തിച്ചത് പ്രതിമ അയാളുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ചു, പൂർണ്ണമായും കട്ട് ചെയ്തു എന്നാണ്. എന്നാൽ ആരും അറിയാതെ ഇവർക്കിടയിലുള്ള ആ ബന്ധം അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 17 വർഷം കഴിഞ്ഞു. ഈ ദിലീപിനോട് പ്രതിമയ്ക്ക് വല്ലാത്തൊരു ഭ്രമം ഉണ്ടാകുന്നു. അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ളതായിരുന്നു അവളുടെ ഒരു ആഗ്രഹം. ഇതേ താല്പര്യം തന്നെയായിരുന്നു ദിലീപിനും ഉണ്ടായിരുന്നത്. പ്രതിമയെ വിവാഹം കഴിക്കണം. രണ്ടുപേർക്കും വലിയൊരു സന്തോഷം. എന്നാൽ ഭർത്താവുണ്ടല്ലോ, അയാളെ എന്ത് ചെയ്യാൻ സാധിക്കും? ഭർത്താവിനെ എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കില്ല, വീട്ടുകാർ സമ്മതിക്കില്ല. ഭർത്താവ് സമ്മതിച്ചാൽ പോലും സഹോദരൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഭർത്താവിനെ കൊല്ലാം, മറ്റു മാർഗമില്ല. ഇങ്ങനെ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. കൊലപാതകമാണെങ്കിലും അത് നാച്ചുറൽ ആയിരിക്കണം, പോലീസ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല. അങ്ങ് പല സിനിമകളൊക്കെ കണ്ട് രണ്ടുപേരും ബുദ്ധിപൂർവ്വം പല കാര്യങ്ങൾ ചിന്തിച്ചെടുത്തു. അവസാനം സ്ലോ പോയിസൺ ആയിരുന്നു അവരെടുത്ത തീരുമാനം. പതിയെ പതിയെ കൊല്ലണം, അതൊരു സ്വാഭാവിക മരണം എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിഷത്തിനായി നമ്മൾ എവിടെ പോകും? ഇപ്പോൾ ദിലീപ് ചെയ്തത് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പോലെ ഫേക്ക് ID കാർഡെല്ലാം ചെയ്ത് കെമിക്കൽ ഷോപ്പിൽ ചെന്ന് ലാബ് എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഒരുപാട് കെമിക്കൽസ് ആവശ്യമാണ്. അങ്ങനെ അവിടെ നിന്നും ചില വിഷമരുന്നുകൾ വാങ്ങിക്കൊണ്ട് വരികയും അത് പ്രതിമയുടെ കയ്യിൽ നൽകി. ദിവസവും ഭക്ഷണത്തിൽ കുറേശ്ശെ കലർത്തി കൊടുത്താൽ മാത്രം മതി. ദിവസം കഴിയുന്തോറും ശരീരത്തിനുള്ളിൽ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഷട്ട് ഡൗൺ ആകാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം വളരെ സ്വാഭാവികമായി തോന്നും. ആർക്കും യാതൊരു സംശയവും വരില്ല. രണ്ടുപേരും വളരെ ബുദ്ധിപൂർവ്വം പദ്ധതിയിട്ടു. എന്നാൽ ഇത് എത്രത്തോളം മണ്ടത്തരമായ പദ്ധതിയാണെന്നുള്ളത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ പ്രതിമ ദിലീപ് പറഞ്ഞതുപോലെ ദിവസവും ബാലകൃഷ്ണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ വിഷം കലർത്തി കൊടുക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് ഇദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ വരാൻ തുടങ്ങിയത്. ഛർദിൽ, പനി, ശരീരവേദന, തലക്കറക്കം.
സാധാരണ ഈ സ്ലോ പോയിസണൊക്കെ രക്തത്തിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല. അതിന് ടോക്സിക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യണം. അതിലൂടെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ ആശുപത്രികളിലും ഒക്കെ അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണയുടെ ശരീരത്തിൽ എന്താണ് അസുഖം എന്നുള്ളത് തുടക്കത്തിൽ യാതൊരു ഡോക്ടേഴ്സിനും കണ്ടെത്താനും സാധിച്ചില്ല. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ശാരീരിക നില വളരെ മോശമാകാൻ തുടങ്ങി. ഈ സമയങ്ങളിലെല്ലാം പൃഥ്വിയും ദിലീപും ചിന്തിച്ചത് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ അയാൾ മരിക്കും, സ്വാഭാവിക മരണമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും മനക്കോട്ട കെട്ടുകയായിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അവിടെയാണ് സംഭവിച്ചത്. ബാംഗ്ലൂർ ആശുപത്രിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ സുഖം പ്രാപിക്കുകയും വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. ദിലീപിനും പൃഥ്വിയ്ക്കും ഇത് വലിയ ഞെട്ടലായി. മരിച്ചു പോകും എന്ന് വിചാരിച്ചയാൾ തിരികെ വീട്ടിലേക്ക് വന്നല്ലോ, അതും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി. ഇപ്പോഴായിരുന്നു പൃഥ്വിയ്ക്ക് തെറ്റായ ഒരു ചിന്ത വരാൻ തുടങ്ങിയത്. ഒരു ഭാര്യയ്ക്കും ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു ചിന്ത. അദ്ദേഹം ഏകദേശം മരണത്തിന്റെ വക്കിൽ നിന്നാണ് തിരികെ എത്തിയത്. പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ സ്വാഭാവികമായി മരിച്ചു എന്ന് മാത്രമേ എല്ലാവരും കരുതുകയുള്ളൂ. അതുകൊണ്ട് ദിലീപിനെ ഫോൺ വിളിക്കുന്നു. അതേ 19-ാം തീയതി എന്നാണോ ഡിസ്ചാർജായി വന്നത്, അന്നത്തെ ദിവസം രാത്രി ദിലീപിനെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ബന്ധുക്കളെ പോലും വീട്ടിൽ താമസിപ്പിക്കാൻ അനുവദിച്ചില്ല. സന്ദീപ് പോലും രാത്രി അവിടെ കഴിയട്ടെ എന്ന് ചോദിച്ചിട്ടും പൃഥ്വി സമ്മതിച്ചില്ല. അയാളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. രാത്രി 1:30 ദിലീപ് കാറിൽ വന്നു. ആ വീട്ടിൽ നിന്നും 100 മീറ്റർ മാറി കാർ സ്റ്റോപ്പ് ചെയ്തു. ആ വീടിനുള്ളിൽ കയറാനായി പൃഥ്വി മുൻവശത്തെ വാതിൽ തുറന്നു വച്ചിരുന്നു. അങ്ങനെ അയാൾ വീടിനുള്ളിലേക്ക് വന്നു. നേരെ ബാലകൃഷ്ണ ഉറങ്ങുന്ന മുറിയിലേക്ക് പോകുന്നു. തലയിനെടുത്ത് ബാലകൃഷ്ണയുടെ മുഖത്ത് വച്ച് വളരെ ശക്തിയായി അമർത്താൻ തുടങ്ങി. അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പോൾ ബാലകൃഷ്ണ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ ജീവൻ രക്ഷിക്കാനായി കാലും കൈയും ഇട്ടടിക്കാൻ തുടങ്ങി, പ്രതിരോധിക്കാനും തുടങ്ങി. ഇത് ദൂരെ നിന്നും പൃഥ്വി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കാമുകനെ സഹായിക്കാനായി സ്വന്തം ഭർത്താവിൻ്റെ കാലും കൈയും പൃഥ്വി പിടിച്ചു വച്ചു. എന്നിട്ട് അവനോട് വേഗം കൊല്ലാനും ആവശ്യപ്പെട്ടു. രണ്ടുപേരും ചേർന്നാണ് അന്നത്തെ ദിവസം രാത്രി അദ്ദേഹത്തെ ദാരുണമായി കൊന്നത്. പിന്നീട് ദിലീപ് വന്ന വഴിയെ തിരികെ പോകുന്നു. പൃഥ്വി ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങുന്നു. അതിരാവിലെ ഒരു 3-3:30 എഴുന്നേറ്റ് ഭർത്താവ് ശ്വസിക്കുന്നില്ല എന്നും ചലനമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ വിളിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, എങ്ങനെയെങ്കിലും പോലീസിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ സഹോദരനോട് പൃഥ്വി കരഞ്ഞ് പറയാൻ തുടങ്ങി. എന്നാൽ ഈ കേസിൽ ഇപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഇത്രയും സമയം തൻ്റെ സഹോദരി പറഞ്ഞ ഓരോ കാര്യങ്ങൾ എല്ലാം സന്ദീപ് എന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അവൾ പോലും അറിയാതെ. അതായത് ഈ കൊലപാതകം ഞാനും ദിലീപും ചേർന്നാണ് ചെയ്തത് എന്ന ഒരു കൺഫെഷൻ റെക്കോർഡായിരുന്നു അത്. എൻ്റെ ബ്രദറിൻലോക്ക് നീതി ലഭിക്കണം, നീ എൻ്റെ സ്വന്തം സഹോദരിയാണെങ്കിൽ പോലും നീ ചെയ്തത് തെറ്റാണ്. ന്യായമായ നല്ലൊരു മനുഷ്യന്, ആർക്കും യാതൊരു തെറ്റും വിചാരിക്കാത്ത ഒരു മനുഷ്യനെ നീ ചതിക്കുകയായിരുന്നു. നീയും നിന്റെ കാമുകനും ചേർന്ന് അയാളെ കൊന്നു. നിനക്ക് നിയമപരമായി തന്നെ ശിക്ഷ ലഭിക്കണം. അങ്ങനെ ഈ സന്ദീപ് ആ ഓഡിയോ റെക്കോർഡ് എടുത്ത് പോലീസിന് കൊടുക്കുന്നു. പോലീസ് അത് കേട്ടപ്പോൾ ഇത് വളരെ നല്ലൊരു തെളിവ് തന്നെയാണ്, പക്ഷെ ബാലകൃഷ്ണയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റും ആ റിപ്പോർട്ടും മാച്ച് ആകണം. അപ്പോൾ തീർച്ചയായും സഹോദരിയെയും ദിലീപിനെയും നമുക്ക് അറസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞു. അവർ കാത്തിരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. ബാലകൃഷ്ണയെ ആരോ ശ്വാസം മുട്ടിച്ചാണ് കൊന്നത് എന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. അങ്ങനെ സഹോദരി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഇതും തമ്മിൽ 100% മാച്ചായി. ഉടൻ തന്നെ ബാലകൃഷ്ണനെ കൊന്ന കുറ്റത്തിന് ഭാര്യയായ പൃഥ്വിയെയും അവളുടെ ഈ കാമുകനായ ദിലീപിനെയും അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴും ഈ ഒരു കേസ് കോടതിയിൽ അന്വേഷണത്തിലാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ഇവർ ചെയ്ത തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കുമെന്ന്. ഈ ഒരു കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കേസിലെ വളരെ റിയൽ ആയിട്ടുള്ള ഒരു ഹീറോ അത് ഈ സന്ദീപാണ്. പൃഥ്വിയുടെ സഹോദരനാണ്. സാധാരണ നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും, അത് തെറ്റാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും അത് മറച്ചുവെച്ച് ബന്ധങ്ങളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ മാത്രമാണ് പലരും ശ്രമിക്കുന്നത്. പലരും എന്നല്ല, ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ചെറിയ തെറ്റു മുതൽ വലിയ വലിയ ക്രൈം ആയാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവയ്ക്കെല്ലാം അപ്പുറം ബാലകൃഷ്ണ എന്ന ഒരു നല്ല വ്യക്തിക്ക് നീതി ലഭിക്കണം എന്നതിനു വേണ്ടി തൻ്റെ സ്വന്തം സഹോദരി ജയിലിൽ പോയാൽ പോലും പ്രശ്നമില്ല എന്ന് ചിന്തിച്ച് സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് സന്ദീപ് എന്ന വ്യക്തി, ഇദ്ദേഹത്തെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവുകയില്ല.
ഇങ്ങനെയുള്ള നല്ല മനുഷ്യരൊക്കെ ഈ ലോകത്തിൽ കാണുന്നത് വളരെ വിരളമാണ്. സത്യത്തിൽ ഈ കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ അവിസ്മരണീയമായിരുന്നു. അതും ഈ സഹോദരിയോട് അവസാനമായി സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് എന്തായാലും അവൾ കൺഫെഷൻ ചെയ്യുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത ആ ഒരു രീതി, അത് സത്യത്തിൽ വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കം തന്നെയാണ്. ഒരു പോലീസ് ഡിറ്റക്റ്റീവ് ചെയ്യേണ്ട എല്ലാ ജോലികളും ഈ ഒരു കേസിൽ വളരെ കൃത്യമായി സന്ദീപ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്ത കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ എത്തിക്കുകയും ചെയ്തു. ഇനി സ്ലോ പോയിസൺ ക്രൈം എന്നല്ല, നിങ്ങൾ ഏത് തെറ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചാലും അതിൽ അകപ്പെടാനുള്ള സാധ്യതയാണ് വളരെ വളരെ കൂടുതൽ. ആർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്നുകിൽ പോലീസ് വളരെ സമർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ധിപോലുള്ള നല്ല വ്യക്തികൾക്ക് ഒരു ചെറിയ സംശയം വന്നാൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ 1-2 തവണയല്ല, 1000 തവണയെങ്കിലും ചിന്തിക്കേണ്ടതായി വരും. ഇപ്പോഴുള്ള ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ആരെക്കൊണ്ടും ഒരു ക്രൈം ചെയ്തിട്ട് ഒരിക്കലും രക്ഷപ്പെടാനേ സാധിക്കില്ല. എന്ത് തെറ്റ് ചെയ്താലും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ വിക്കിയോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.